ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിലാഷ്. ക്രിയേറ്റീവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതീയർ യൂണിവേഴ്സിറ്റി തേർഡ് ഇയർ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന പേപ്പറിലെ രണ്ടാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് ഈ അധ്യായത്തിലൂടെ നോക്കാം. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഉപകരണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഉപകരണത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് നമ്മളുടെ ഐഡിയകൾ കമ്മ്യൂണിക്കേറ്റ്, നമ്മളെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാനുള്ള ഒരു ഉപകരണം, അതാണ് ലാംഗ്വേജ് അഥവാ ഭാഷ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ ഭാഷ അത് മാത്രമാണോ എന്ന് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഐഡിയ പങ്കുവെക്കൽ മാത്രമല്ല, അതിലൂടെ നമ്മൾ ഫാക്റ്റുകൾ, നമ്മളുടെ ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സത്യസന്ധമായ അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒപ്പീനിയൻ, നമ്മളെ ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, ഇവയെല്ലാം പങ്കുവെക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഷയ്ക്ക് റെഫറൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ അഥവാ ഒരു ധർമ്മമുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് റെഫറൻഷ്യൽ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു കാര്യത്തെ റെഫർ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്, അയാൾ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഭൂമി സൂര്യനെ ചുറ്റുന്നു, അങ്ങനെ നമ്മളൊരു റെഫർ ചെയ്തിട്ടാണ് പറയുക. ഇത്രാം തീയതി എന്നൊക്കെ പറയുമ്പോൾ ഒരു റെഫറൻസ് ഉണ്ട്. ഇനി പ്രിപ്പോസിഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിപ്പോസിഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ്, എന്താണ്, അവൻ ഇപ്പോൾ ഒരു കൊച്ചിയിലേക്ക് യാത്ര പോകുന്നു കൊച്ചിയിലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രിപ്പോസിഷൻസ് അറിയാലോ ഇംഗ്ലീഷിൽ. അപ്പോൾ ഈ പ്രിപ്പോസിഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് പ്രിപ്പോസിഷണൽ ഫംഗ്ഷൻ ശരിക്കും അവിടെ നടക്കുന്നത്. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഓൺ, ഇൻ, ബിറ്റ്വീൻ എന്നൊക്കെ പറയുന്ന പ്രിപ്പോസിഷൻസ് ആണ്. ഇനി ഐഡിയേഷണൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഐഡിയ മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഫങ്ഷൻസ് ആദ്യം പറഞ്ഞു. പക്ഷേ ഇതിനേക്കാളേറെ സ്കോളേഴ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് വിദഗ്ധന്മാർ അല്ലെങ്കിൽ ഭാഷാ വിദഗ്ധന്മാർ ഇതിനേക്കാളേറെ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് പറയുന്നുണ്ട്. കുറേയധികം ഫങ്ഷൻസ് ഉൾപ്പെടുന്നതാണ് ഭാഷ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻ മാത്രമല്ല ഭാഷയ്ക്കുള്ളത്, അതിനേക്കാളേറെ ആ ഒരു ഐഡിയകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാളേറെ ഒരുപാട് ധർമ്മങ്ങൾ ഭാഷ നിറവേറ്റുന്നുണ്ട് എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെട്ടെന്ന് ഭാഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്കാണ് മനസ്സിലേക്ക് ഓടി വരിക. പക്ഷേ യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷനേക്കാൾ ഉപരി, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഭാഷയുടെ എന്നും അതിനേക്കാളും വലിയ പല ധർമ്മങ്ങളും ഭാഷയ്ക്ക് നിർവഹിക്കാനുണ്ട് എന്നുമാണ് യഥാർത്ഥത്തിൽ ഭാഷാ വിദഗ്ധന്മാർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ആശയം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ഭാഷ ഉപയോഗിക്കുന്നതെന്ന് എന്ന ആശയം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മൾ ട്രാൻസ്ലേഷൻ ആണല്ലോ അപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ നമ്മൾ എന്താണ്, ഒരു ആശയ വിനിമയം മാത്രമായിട്ട് നമ്മൾ ട്രാൻസ്ലേഷനെ കണക്കാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം മറ്റുള്ള ഭാഷയുടെ ധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ധർമ്മവും കൂടി നമ്മളുടെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ ധർമ്മവും കൂടി നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വെറും ഒരു ആശയത്തെ മറ്റ് ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്ത് കൊടുക്കൽ മാത്രമല്ല ട്രാൻസ്ലേഷൻ എന്നും കൂടി നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഇമോഷണൽ എക്സ്പ്രഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫങ്ഷൻ അല്ലെങ്കിൽ ഒരുപാട് ധർമ്മങ്ങൾ ഭാഷയ്ക്കുണ്ട്. ആ ഭാഷയുടെ എല്ലാ ധർമ്മങ്ങളുമായിട്ട് നമ്മളുടെ ട്രാൻസ്ലേഷൻ നീതി പുലർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളൊരു ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളുടെ ട്രാൻസ്ലേഷൻ നീതി പുലർത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഏതൊക്കെ ഫങ്ഷൻസ് ആണ് പ്രധാനപ്പെട്ടതെന്ന്, അല്ലെങ്കിൽ ഏതൊക്കെ ധർമ്മങ്ങളാണ് ഭാഷയുടെ എന്ന് നമുക്ക് അടുത്ത ഹെഡിങ്ങുകളിലൂടെ പഠിക്കാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനായിട്ട് പറയുന്നത് നമ്മളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ വൈകാരിക ഭാവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയാണ് ഭാഷ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ചില വാക്കുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് ആ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മളുടെ വികാരം എന്താണെന്ന് അനുവാചകന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊരു ഭാഷയുടെ ധർമ്മമാണ്. അപ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആണോ ആകെ, അല്ലെങ്കിൽ നമ്മളാകെ ഫിയർ ആണോ, അല്ലെങ്കിൽ വേദനയാണോ, വിഷമമാണോ, സങ്കടമാണോ, അല്ലെങ്കിൽ പേടിയാണോ എന്നെല്ലാ കാര്യങ്ങളും നമുക്ക് ഭാഷയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ തന്നെ അയാളുടെ ഇമോഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഭാഷയുടെ ആശയങ്ങളുടെ
എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പിന്നെ കൈമാറ്റത്തെക്കാളേറെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇത് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്, അതുപോലെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്. അപ്പോൾ നെഗറ്റീവ് ഇമോഷൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളുടെ സൗന്ദര്യാസ്വാദനം, ഒരു നല്ല സീനറി കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയം കിട്ടിക്കഴിഞ്ഞാലോ നമുക്ക് വരുന്ന ഒരു ആഹ്ലാദം, ഇതെല്ലാം നമ്മളുടെ വാക്കുകളിലൂടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മളുടെ എഴുത്തുകളിലൂടെ, നിരൂപണങ്ങളിലൂടെയൊക്കെ നമുക്ക് എഴുതി പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഇമോഷൻ ഇപ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഇമോഷൻ കൃത്യമായിട്ട് പിന്നെ ഈ ടാർഗറ്റ് ലാംഗ്വേജിലും എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പല പിന്നെ എക്സ്പ്രഷൻസും അതുപോലെ വരണം നിർബന്ധമില്ല. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, പിന്നെ വാക്കുകളും അതുപോലെ ഫ്രേസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വാക്കുകളുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അനുസരിച്ചായിരിക്കും നമ്മളുടെ ഇമോഷൻ എന്താണെന്ന് അനുവാചകൻ മനസ്സിലാക്കുക. അതുപോലെ ഇൻ്റർജെക്ഷൻസ്, അയ്യോ, അമ്മേ, പിന്നെ ഓഹോ എന്നൊക്കെ പറഞ്ഞുള്ള ഇൻ്റർജെക്ഷൻസ്, ഇംഗ്ലീഷിലെ ഇൻ്റർജെക്ഷൻ നിങ്ങൾക്കറിയാം, ലാസൗ, വൗ, വൺ, അങ്ങനെയുള്ള കുറേ ഇൻ്റർജെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇൻ്റർജെക്ഷൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വികാരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അനുവാചകനെ മനസ്സിലാക്കിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഭാഷയുടെ ഒരു പ്രധാന ധർമ്മമാണ് ഇമോഷൻ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, പ്രകടനം, വൈകാരിക പ്രകടനം എന്ന് പറയുന്നത്. ഇനി ഭാഷയുടെ മറ്റൊരു ധർമ്മമാണ് സാമൂഹിക ഇടപെടലുകളെ കുറിക്കുന്ന ഭാഷയുടെ പ്രയോഗം. അപ്പം നമ്മളൊരു മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അപ്പോൾ മനുഷ്യന് പല ആളുകളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ സൂചിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഗുഡ് മോർണിംഗ്, അതുപോലെ പ്ലീസ്ഡ് ടു മീറ്റ് യു, അതുപോലെയുള്ള ലവ്ലി ഡേ, ഹലോ തുടങ്ങിയ വാക്കുകൾക്ക് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ അവയ്ക്ക് എങ്ങനെ മറ്റുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്, ആ ഇൻട്രാക്ഷനിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം വാക്കുകൾ ഭാഷയുടെ മറ്റൊരു ധർമ്മമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതിൻ്റെ ഒരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് റാപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു പരിചിതത്വം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ സംസാരിക്കുന്ന ആളുടെ ഒരു അനുവാദം ചോദിക്കുക, അയാൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല താനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തനിക്ക് അവരുമായിട്ട് ശത്രുതയില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുക, താനുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഷയ്ക്ക് പറ്റും. അതുകൊണ്ടാണ് ഇതിന് സാമൂഹിക ഇടപെടലുകളാണ് ഭാഷയുടെ മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത്. ഈ ഭാഷയുടെ മറ്റൊരു ധർമ്മമാണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് തോട്ട്, അഥവാ നമ്മുടെ ചിന്തകളുടെ ഒരു ഉപകരണം എന്ന രീതിയിൽ ഭാഷ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ചിന്തകളുടെ ഉപകരണമായിട്ട് പ്രവർത്തിക്കുന്നത്? കാരണം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭാഷയുടെ സഹായത്തോടു കൂടി ചിന്തിക്കുന്നു. ഭാഷയില്ലാതെയും നമ്മുടെ മനസ്സിൽ ചിന്തകൾ രൂപപ്പെട്ട് വരാറുണ്ട്. പക്ഷേ ആ രൂപപ്പെട്ട് വന്ന ചിന്തകളെ യഥാർത്ഥ ചിന്തകളാണോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കപ്പെടാം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അതിന് ഭാഷ അത്യാവശ്യമാണ്. നമ്മൾ ഉറക്കെ ചിന്തിക്കുക എന്നൊക്കെ പറയും, അല്ലെങ്കിൽ സംസാരിക്കുക എന്ന് പറയും. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എഴുതുന്ന സമയത്താണെങ്കിൽ അയാൾ അതിനെപ്പറ്റി കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം അയാൾ സ്വയം ഇങ്ങനെ സംസാരിക്കുന്നതാണ്, പിന്നെ കഥാപാത്രങ്ങളായിട്ട് ചിലപ്പോൾ സംസാരിക്കുന്നതാണ്. പിന്നെ വേറൊരാൾ വളരെ ഡീപ്പായിട്ടുള്ള ഒരു തോട്ടിലാണെങ്കിൽ അയാൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പാർക്കിലൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. വളരെ ഒച്ചത്തിലല്ലെങ്കിലും മനസ്സിലിങ്ങനെ മനസ്സിലോ അല്ലെങ്കിൽ പുറമേ സംസാരിക്കുന്നതാണ്. അത് നമ്മളും പല കാര്യങ്ങളും ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്തൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ ഇൻ്റർവ്യൂ പറയുന്നത് തന്നെ ശരിക്കും നമ്മൾ മനസ്സിൽ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ കാൽക്കുലേഷൻസ്, ഇപ്പം നമ്മൾ പിന്നെ എന്താണ് 3-15, 6-3-18 എന്നൊക്കെ പറഞ്ഞ കാൽക്കുലേഷൻസോ അല്ലെങ്കിൽ മൈൻഡ് മാത്തൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കോൺവെർസേഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അത് അത്ര വന്നു കഴിഞ്ഞാൽ ഇത്ര വരുമോ എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ ചോദിക്കുന്നു. അപ്പോൾ ഇതൊരു ചിന്തകളുടെ ഒരു പിന്നെ ഒരു ഉപകരണമാണ്, ചിന്തിക്കാനുള്ള ഉപകരണമാണ് ഭാഷ എന്ന് പറയുന്നത്. ഭാഷയുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നത്. റഷ്യൻ സൈക്കോളജിസ്റ്റായ ലെവ് സാംനോവിച്ച് വൈഗോട്സ്കി എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം ആണ് പിന്നെ ലേണിംഗ് തിയറികളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇപ്പം പല പഠന രീതികളും നമ്മൾ സ്കൂളുകളിൽ അഡാപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇന്നർ സ്പീച്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു സീക്വൻസ്, ചിന്തകളിലൊരു കൃത്യമായിട്ടുള്ള ഒരു ക്രമബദ്ധമായിട്ടുള്ള ഒരു
ചിന്താ പദ്ധതി ഉണ്ടാക്കി തരികയും ആ പദ്ധതിയൊക്കെ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രവർത്തനം നടക്കണമെങ്കിൽ മനസ്സിൽ ചിന്തകൾ കൃത്യമായ രീതിയിൽ നമ്മൾ അടുക്കും ചിട്ടയോടുകൂടി ചിന്തിച്ച് വെക്കണം. എങ്കിൽ മാത്രമേ പ്രവർത്തനം കൃത്യമായി നടത്താൻ പറ്റൂ. ചിന്തകൾ അലസപ്പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പ്രവർത്തനത്തിൽ അത് നിഴലിക്കും. അത് കൃത്യമായി നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഭാഷയുള്ളത് കൊണ്ടാണ് കൃത്യമായ രീതിയിൽ ചിന്തിച്ച് നമുക്ക് ഉറപ്പിച്ച് വെക്കാനും ആ ചിന്തിച്ച് ഉറപ്പിച്ചതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് അത് പിന്നെ പ്രാക്ടീസിലേക്ക് അല്ലെങ്കിൽ നമുക്ക് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയാണ് പിന്നെ ഇന്നർ സ്പീച്ച് എന്ന് പറയുന്നത്. അദ്ദേഹം ആ ഒരു കോൺസെപ്റ്റിലൂടെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു ഇൻസ്ട്രുമെൻ്റ് ഓഫ് തോട്ടാണ് ഭാഷ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ മറ്റൊരു ധർമ്മം എന്ന്. അതുപോലെ ഭാഷയുടെ മറ്റൊരു ധർമ്മമാണ് എക്സ്പ്രഷൻ ഓഫ് ഐഡൻറ്റിറ്റി. നമ്മളുടെ അസ്തിത്വത്തെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഭാഷയുടെ ഒരു പ്രധാന ധർമ്മമാണ്. നമുക്കറിയാം, നമ്മൾ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അവൻ്റെ പിന്നെ ക്വാളിറ്റി എന്തായിരിക്കും, അവൻ എത്രമാത്രം റെസ്പെക്റ്റ് കൊടുക്കണം, എത്രമാത്രം പിന്നെ കൺസിഡറേഷൻ കൊടുക്കണം എന്നൊക്കെ നമ്മൾ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഒരേ കാര്യം തന്നെയായിരിക്കും 2-3 വ്യക്തികൾ പറയുന്നത്, പക്ഷേ 3 വ്യക്തികൾക്ക് 3 തരത്തിലുള്ള പിന്നെ റെസ്പോൺസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത് നമ്മളുടെ അസ്തിത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷയുടെ മറ്റൊരു ധർമ്മമാണ് നമ്മുടെ അസ്തിത്വം വെളിവാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ അസ്തിത്വം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ റീജിയൺ ഏതാണ്, നമ്മളുടെ പ്രദേശം. നമ്മളിപ്പോൾ തൃശ്ശൂരുകാർ സംസാരിക്കുന്ന ഭാഷയും തിരുവനന്തപുരംകാർ സംസാരിക്കുന്ന ഭാഷയും കാസർഗോഡുകാർ സംസാരിക്കുന്ന ഭാഷയും പാലക്കാടുകാർ സംസാരിക്കുന്ന ഭാഷയും വ്യത്യസ്തമാണ്. അവരുടെ ഭാഷയിലുള്ള പ്രയോഗങ്ങൾ വ്യത്യസ്തമാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇതൊരു പാലക്കാടൻ ഭാഷയാണ് അല്ലെങ്കിൽ ഇതൊരു തിരുവനന്തപുരം ഭാഷയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കാനും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവർ ഏത് തരത്തിൽ നിന്ന് വന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, വളരെ ലോ കാസ്റ്റ് ആണോ, ഹയർ ക്ലാസ്സിൽ നിന്ന് വരുന്ന ആളുകളാണോ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണോ, വിദ്യാഭ്യാസ നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞ ആളുകൾ സംസാരിക്കുന്ന വിദ്യാഭ്യാസ നിലവാരം കൂടിയ ആളുകൾ സംസാരിക്കുന്നതിന് വ്യത്യസ്തതയുണ്ട്. അതല്ല അവരുടെ തൊഴിൽ ഏത് തൊഴിലാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവർ എന്തിനെക്കുറിച്ചാണ്, ഏത് രീതിയിലാണ് അവരുടെ സംസാരത്തിൻ്റെ ശൈലി പോകുന്നതെന്ന് മനസ്സിലാവും. അതുപോലെ അവരുടെ പ്രായം കൂടിയ ആളുകൾ സംസാരിക്കുന്നത്, പ്രായം കുറഞ്ഞ ആളുകൾ ഇപ്പം നമ്മളിപ്പോൾ എന്താണ് കൗമാര പ്രായക്കാരിലൊക്കെ ആണെങ്കിൽ അവർക്ക് ചില വാക്കുകളൊക്കെ ഉണ്ടാകും അവർക്ക് തമ്മിൽ മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ മുതിർന്നവർക്ക് അത് മനസ്സിലാവണം നിർബന്ധമില്ല. പക്ഷേ മുതിർന്നവർ പറയുന്നത് ചിലപ്പോൾ കൗമാരക്കാർക്ക് മനസ്സിലാവണമെന്നും നിർബന്ധമില്ല, അങ്ങനെയുണ്ട്. അതുപോലെ ആളുകളുടെ ലിംഗം, ആണുങ്ങളാണോ പറഞ്ഞത് പെണ്ണുങ്ങളാണോ, പെണ്ണുങ്ങളുടെ ഭാഷയ്ക്കും ആണുങ്ങളുടെ ഭാഷയ്ക്കും വ്യത്യസ്തതയുണ്ട്. അപ്പോൾ അതുപോലെ വ്യക്തിത്വം എങ്ങനെയാണ് ഒരാളുടെ, അതൊക്കെ നമുക്ക് ഈ ഒരു ഭാഷയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഒരു ഭാഷയുടെ ഒരു ധർമ്മമാണ്, നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുക അല്ലെങ്കിൽ അസ്തിത്വം വെളിപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ വളരെ കോംപ്ലക്സ് ആണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് മേജർ ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ് എക്സ്പ്രഷൻ ഓഫ് പേഴ്സണൽ ഐഡൻറ്റിറ്റി ത്രൂ സിഗ്നലിംഗ്. അപ്പോൾ നമ്മൾ സിഗ്നലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഞങ്ങൾ ഇന്നതിനോട് ചേർന്ന് കിടക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന സംസ്കാരവുമായി ചേർന്ന് കിടക്കുന്നു എന്ന് നമ്മളുടെ സ്പീച്ചിലൂടെ സിഗ്നലുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും അനുവാചകന്. അപ്പോൾ അതിലൂടെ അനുവാചകന് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഈ സിഗ്നലുകൾ എന്താണ്? ഒരു ലിംഗ്വിസ്റ്റിക് ബിഹേവിയറുകളായിട്ടാണ് അനുഭവപ്പെടുക. അപ്പോൾ ഈ ലിംഗ്വിസ്റ്റിക് ബിഹേവിയറുകളാണ് എന്ത് ചെയ്യുന്നത് ശരിക്കും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ഇതൊരു പ്രോബ്ലമായിട്ട് എന്താണ് ഫങ്ഷൻ ലാംഗ്വേജിൽ ചില കാര്യങ്ങളിലൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിട്ടും അനുഭവപ്പെടാറുണ്ട്. പിന്നെ ലാംഗ്വേജിൻ്റെ മറ്റൊരു ധർമ്മമാണ് പ്രിസ്ക്രിപ്റ്റിവിസം. പ്രിസ്ക്രിപ്റ്റിവിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ ലാംഗ്വേജാണ് ഏറ്റവും നല്ല ലാംഗ്വേജ്, മറ്റുള്ള ലാംഗ്വേജുകളെക്കാളൊക്കെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു വ്യൂ ആണ് പ്രിസ്ക്രിപ്റ്റിവിസം എന്ന് പറയുന്നത്. ഒരു ലാംഗ്വേജ് ഡൊമിനൻസ് എന്ന് വേണമെങ്കിൽ പറയാം. തൻ്റെ ലാംഗ്വേജാണ് ഏറ്റവും നല്ലതെന്ന് സമർത്ഥിക്കുന്നത്. അപ്പോൾ അത് ഗ്രാമറിലും വെക്കാബുലറിയിലും അതുപോലെയുള്ള പ്രൊനൗൺസിയേഷനിലൊക്കെ തൻ്റെ ലാംഗ്വേജ് കൂടുതലായിട്ട് ഇമ്പോസ് ചെയ്യപ്പെടുകയും ആ ലാംഗ്വേജിന് കൂടുതൽ പ്രാധാന്യം കിട്ടണമെന്ന് താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സവിശേഷതയാണിത്. അപ്പോൾ അതിന് സ്റ്റാൻഡേർഡുകൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ലാംഗ്വേജ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു ലാംഗ്വേജിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ഭാഷയുടെ ഒരു ധർമ്മമായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ലിറ്ററേച്ചറുകൾ, റിഫ്ലക്ഷൻ സ്റ്റൈലുകൾ, അതെല്ലാം സ്പോക്കൺ സ്റ്റൈലുകളൊക്കെ രൂപപ്പെട്ട് വരികയും ചെയ്യും. ഇനി അടുത്താണ് ഡിഗ്ലോസിയ. ഇനി ഭാഷയുടെ മറ്റൊരു ധർമ്മമാണ് ഡൈഗ്ലോസിയ എന്ന് പറയുന്നത്. ഡൈഗ്ലോസിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം തന്നെ 2 ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള കഴിവാണ് ശരിക്കും ഡൈഗ്ലോസിയ എന്ന് പറയുന്നത്. 2 ലാംഗ്വേജ് ഉപയോഗിക്കുക എന്ന് പറയുന്ന സിറ്റുവേഷൻ.
ഇപ്പം ചില നാടുകളിലേക്കൊക്കെ മാറി താമസിച്ച ആളുകൾ അവിടെ അവരുടെ മാതൃഭാഷ അവർ ഉപയോഗിക്കുന്നുണ്ടാവും, അവിടുത്തെ ഭാഷ അവർ ഉപയോഗിക്കുന്നുണ്ടാവും. അങ്ങനെ രണ്ട് ഭാഷ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പിന്നെ ചില ഗോത്രവർഗ്ഗങ്ങൾക്ക് അവരുടെ ലാംഗ്വേജ് അവരുപയോഗിക്കും, അല്ലെങ്കിൽ റിട്ടേൺ ഫോം ഒന്നും ഇല്ലാത്ത ലാംഗ്വേജുകളുണ്ട്, അപ്പോൾ അത് അവരുപയോഗിക്കും. പിന്നെ യഥാർത്ഥത്തിലുള്ള ലാംഗ്വേജ് നാട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സംസ്ഥാനത്തിൻ്റെ ലാംഗ്വേജ് എന്താണോ അതായിരിക്കും അവർ പുറമെ ഉപയോഗിക്കുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കൂടി സംജാതമാകാറുണ്ട്. അപ്പോൾ അത് ലെക്ചറുകളിലും സ്പീച്ചുകളിലും ബ്രോഡ്കാസ്റ്റുകൾ, പ്രോവർബുകൾ, ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽ, ട്രഡീഷണൽ പോയട്രിയിലൊക്കെ നമുക്ക് രണ്ട് ലാംഗ്വേജുകളിൽ ഏതാണോ ഉയർന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് ഏതാണോ ഹൈ വെറൈറ്റി ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജ് ഉപയോഗിക്കുകയും ലോ വെറൈറ്റി ലാംഗ്വേജ്, രണ്ടിനും തമ്മിലൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവും, നോർമലി ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവും അതിൻ്റെ പ്രായോഗികത വെച്ചിട്ട്. അപ്പോൾ ആ ലോ ലെവൽ ലാംഗ്വേജുകൾ ആവശ്യം അവരുടെ കാർട്ടൂണുകൾ, അതുപോലെയുള്ള ഫോക്ക് ലിറ്ററേച്ചറുകൾ, ഡേറ്റുടെ സംഭാഷണങ്ങൾ, അതുപോലെ വീട്ടാവശ്യങ്ങൾ, ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. ഇതാണ് ഡൈഗ്ലോസിയ എന്ന് പറയുന്നത്. ഇനി ഭാഷയുടെ മറ്റൊരു ധർമ്മമാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ധർമ്മം എന്ന് പറയുന്നത്. ഫോർമൽ എന്ന് പറയുമ്പോൾ ഔപചാരികവും അനൗപചാരികവുമായ ഭാഷയുടെ ഉപയോഗം. ഒരേ ലാംഗ്വേജ് തന്നെയായിരിക്കും, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഫോർമലായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഔപചാരികമായ സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കില്ല അനൗപചാരികമായ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുക. വീട്ടിൽ നമ്മൾ കുടുംബക്കാരുമായിട്ട് സംസാരിക്കുന്ന അതേ ഭാഷ നമുക്കൊരിക്കലും ഒരു പ്രസംഗ വേദിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പ്രസംഗ വേദിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫോർമലായിട്ടുള്ള, കുറച്ചും കൂടി ഹയർ ലെവലിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ വൊക്കാബുലറി അല്ലെങ്കിൽ പദസഞ്ചയങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇത് മറ്റൊരു ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലാണ് നിലനിൽക്കുന്നതെങ്കിൽ ആ കമ്മ്യൂണിറ്റീൻ്റെ റിലേഷൻഷിപ്പ്, അവരുടെ സോഷ്യൽ സ്ട്രക്ചർ, അതുപോലെ അവരുടെ ഒക്യുപ്പേഷൻ, അതുപോലെ സബ്ജക്റ്റ് മാറ്റർ, സോഷ്യൽ സ്റ്റാറ്റസ്, സെറ്റിംഗ്, ഇതെല്ലാം നമ്മളുടെ ഭാഷയെ സ്വാധീനിക്കും. ഈ ഭാഷകളെല്ലാം കൂടി കൂടിച്ചേർന്നിട്ടാണ് നമ്മളുടെ ഫോർമൽ ലാംഗ്വേജ് എങ്ങനെയായിരിക്കും, ഔപചാരിക ഭാഷ എങ്ങനെയായിരിക്കണം, അനൗപചാരിക ഭാഷ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഇതിലൂടെ നമുക്ക് ഒരു സന്ദേശം കിട്ടുന്നുണ്ട്, ഔപചാരികമാണോ അനൗപചാരികം. അപ്പോൾ ആശയങ്ങളുടെ കൈമാറ്റത്തെക്കാൾ ഏറെ ഭാഷയുടെ ഒരു ഫംഗ്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു ധർമ്മമായിട്ട് ഈ ഔപചാരിക അനൗപചാരിക. അപ്പോൾ അനൗപചാരികമായിട്ട് നമുക്ക് ഒരിക്കലും ഔപചാരികമായിട്ടുള്ള ഒരു വേദിയിലിരുന്ന് അനൗപചാരികമായിട്ടോ അല്ലെങ്കിൽ അനൗപചാരികമായി നമ്മൾ ഒരു ഫ്രണ്ട്സിൻ്റെ സർക്കിളിലിരുന്ന് ഔപചാരികമായിട്ടോ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഒരു കോണ്ടെക്സ്റ്റിന് ചേർന്നതല്ല. ആശയങ്ങൾ കൃത്യമായിരിക്കാം, പക്ഷേ ആ ഒരു കോണ്ടെക്സ്റ്റിന് ചേർന്നതായിരിക്കില്ല. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന പരിണിത ഫലം അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട്, കോൺസിക്വൻസസ് ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് ഭാഷയുടെ ഒരു ധർമ്മമായി കണക്കാക്കപ്പെടുന്നു. ഇനി അടുത്താണ് പറയുന്നത് സെക്സിസം. സെക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഭാഷയിലൂടെ മനസ്സിലാക്കും. ലിംഗപരമായ വ്യതിയാനങ്ങൾ ഭാഷയുടെ ഒരു പ്രധാന പ്രത്യേകതയാണ്. കാരണം പഴയകാല ഭാഷ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീക്ക് ഉപയോഗിക്കാവുന്ന ഭാഷയും അതുപോലെ പുരുഷന്മാർ ഉപയോഗിക്കുന്ന ഭാഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല, സ്ത്രീകളെ അടയാളപ്പെടുത്താൻ സ്ത്രീ ആണ് എന്ന് അടയാളപ്പെടുത്തുന്ന പല വാക്കുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഭാഷയിൽ നിരന്തരമായി കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ആധുനിക കാലത്തെ ഫെമിനിസത്തിൻ്റെയും അതുപോലെയുള്ള സ്വതന്ത്ര ചിന്താഗതിയുടെയൊക്കെ ഭാഗമായി സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെയൊക്കെ ചിന്താഗതികളുടെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേക ലാംഗ്വേജും പുരുഷന്മാർക്ക് പ്രത്യേക ലാംഗ്വേജും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും ഇപ്പം നിലവിൽ നിലനിൽക്കുന്നില്ല. പക്ഷേ എന്നാലും ഹിന്ദിയിലൊക്കെ നമുക്കറിയാം കാ കെ കിയൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്ത്രീകൾ കീ എന്ന് ഉപയോഗിക്കണം, ആണുങ്ങളാണെങ്കിൽ കാ എന്ന് ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ള നിയമങ്ങളൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റി കാണിക്കുക എന്നുള്ളത് ഭാഷയുടെ മറ്റൊരു ധർമ്മമാണ്. നല്ല ധർമ്മമാണോ തിരിച്ച് മോശപ്പെട്ട ധർമ്മമാണോ എന്നുള്ളതല്ല നമ്മളുടെ ചോദ്യം. അങ്ങനെ ഒരു ധർമ്മവും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഭാഷ ഉപയോഗിക്കപ്പെടുന്നുണ്ട്, വലിയ ഭാഷയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ ഹീ എന്ന് ഉപയോഗിക്കുമ്പോൾ അവൻ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ആർക്കെങ്കിലും ഒരു ഫോട്ടോ കോപ്പി എടുക്കണമെങ്കിൽ അവന് കോപ്പി എടുക്കാം, അവൾക്ക് കോപ്പി എടുക്കാമെന്നല്ല പറയുന്നത്. അപ്പോൾ അവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളും കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഭാഷയിലെ സെക്സിസം അല്ലെങ്കിൽ ലിംഗപരമായിട്ടുള്ള വ്യത്യാസം എന്നുള്ള രീതിയിൽ പറയപ്പെടുന്നത്. അടുത്താണ് സെറ്റിംഗ്. സെറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന സ്ഥലകാലങ്ങളാണ്. സ്ഥലകാലങ്ങൾ അനുസരിച്ച് ഭാഷയുടെ പ്രയോഗത്തിൽ മാറ്റങ്ങൾ വരുന്നു. അതൊരു ഭാഷയുടെ മറ്റൊരു ധർമ്മമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെയാണ് ഈ ഭാഷയുടെ ഇത് മാറുന്നത്? ഇപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വ്യത്യാസം. ഇപ്പോൾ ഒരു കോർട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷയും അതുപോലെ നമ്മളിപ്പോൾ ഒരു ആധാരം രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഷയും
അതുപോലെ ഒരു സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന ഭാഷയും അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ ഒരു പബ്ബിലോ അല്ലെങ്കിൽ ഒരു ടൂറിനോ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഭാഷ അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഏത് സെറ്റിങ്ങിലാണ്, ഏത് ടൈമിലാണ്, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് നമ്മൾ ഉള്ളത് എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ബോധം ഉണ്ടാക്കി തരാൻ വേണ്ടി ഭാഷയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നോട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഡിന്നർ പാർട്ടികൾ, ഇൻ്റർവ്യൂകൾ, കൗൺസിൽ മീറ്റിംഗ്, വെഡ്ഡിങ്, അതർ ഒക്കേഷൻസ്, അതുപോലെ അതിലൊക്കെ ലിംഗ്വിസ്റ്റിക് നോംസ് ആൻഡ് ബിഹേവിയർ വ്യത്യസ്തമാണ്. അതിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് അതുപോലെ തന്നെ അവരെ ഈസിലി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അവർ ഇന്ന ഇതിലാണ് വരുന്നത് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ശരിക്കും ആധാര എഴുത്തുകാരൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ. അത് നമുക്കിപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിലൊന്നും ഉപയോഗിക്കാറില്ല. അതിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നല്ല സമയവും അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പഴയകാല ഭാഷയും പുതിയ കാല ഭാഷയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതുപോലെ ഭാഷയുടെ മറ്റൊരു ധർമ്മമാണ് പ്രോവർബുകൾ, അല്ലെങ്കിൽ ഭാഷാ ശൈലികൾ, പഴഞ്ചൊല്ലുകൾ എന്നൊക്കെ പറയും. ഈ പഴഞ്ചൊല്ലുകൾ നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ചില ആശയങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. യഥാർത്ഥ മീനിങ് ഡയറക്റ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിലും വേറൊരു രീതിയിൽ ഇന്നർ മീനിങ്ങിലൂടെ യഥാർത്ഥ ആശയം എന്താണെന്ന് അനുവാചകന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഇത് പറ്റും. അതും ഭാഷയുടെ മറ്റൊരു ധർമ്മമാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വേർഡ് ബൈ വേർഡ് മീനിങ് അല്ല അവിടെ നമ്മൾ നോക്കുന്നത്. ഇനി ഭാഷയുടെ മറ്റൊരു പ്രധാന ധർമ്മമാണ് സ്റ്റൈല് കണക്കാക്കുക എന്നുള്ളത്. സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈലി. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഭാഷയിൽ നിന്ന് നമുക്ക് ഒരാൾ സംസാരിക്കുന്നതിൽ നിന്നോ അല്ലെങ്കിൽ ഒരാളുടെ എഴുത്തിൽ നിന്നോ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ജിയോഗ്രഫി ഏതാണ്, എത്തനിക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അതുപോലെ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത് എഴുതിയത്, എന്താണ് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ സ്റ്റൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശൈലി എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ടോ അല്ലെങ്കിൽ വളരെയധികം സ്വാധീനമുള്ളതോ ആയതുകൊണ്ട് തന്നെ ഇതിനെ രണ്ട് രീതിയിലാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവും ഇവാലുവേറ്റീവുമാണ്. ഇവാലുവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൂല്യനിർണ്ണയ രീതിയിലുള്ള ഒരു തരംതിരിവും, അത് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് വിവരണാത്മകമായ രീതിയിലുള്ള തരംതിരിവും. അപ്പോൾ ഈ ഒരാളുടെ സ്റ്റൈൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് നമ്മളത് നോക്കുകയെന്ന് വെച്ചാൽ മൂല്യനിർണ്ണയം നമ്മൾ നടത്തുക. മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഏത് സ്റ്റൈലുമായിട്ടാണ് കൂടുതലായിട്ട് സാമ്യപ്പെട്ട് വരുന്നത്, ആ സ്റ്റൈലിനെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള നിലവാരത്തിൽ ഇയാൾ എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ നിർണ്ണയം ചെയ്യും. ആ സ്റ്റൈലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നിർണ്ണയം ചെയ്യും. ആ സ്റ്റൈലിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിത്ത് സ്റ്റൈൽ എന്ന് പറയും, അല്ലെങ്കിൽ ഹാവിങ് എ സ്റ്റൈൽ എന്ന് പറയും, അല്ലെങ്കിൽ വിത്തൗട്ട് സ്റ്റൈൽ എന്നുള്ള രീതിയിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് സ്റ്റൈൽ എന്നുള്ള രീതിയിലൊക്കെ നമുക്കതിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വിലയിരുത്താൻ വേണ്ടി പറ്റും. അതേസമയം ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കൾച്ചർ, ഇപ്പോൾ ചില ആളുകളൊക്കെ കാണാം ചില കടുക്കനൊക്കെ ചെവിയിലൊക്കെ ഇട്ട് നടക്കുന്നത്. അപ്പോൾ അതിപ്പോൾ കടുക്കനിട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ വലിയൊരു കളരി പയറ്റുകാരനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മാർഷൽ ആർട്ടുകാരനോ ആവണം നിർബന്ധമൊന്നുമില്ല. അതൊരു സ്റ്റൈൽ അവർ യൂസ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ബാഹ്യമായ രീതിയിൽ മാത്രമേ സ്റ്റൈൽ കാണാൻ വേണ്ടി പറ്റൂ. ആന്തരികമായിട്ട് അത് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അല്ലു അർജുനെ പോലെയോ അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെയോ പൃഥ്വിരാജിനെ പോലെയൊക്കെ നമ്മൾ മുടിയൊക്കെ നമ്മളുടെ സ്റ്റൈലൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അയാളാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ അതിലൂടെ നമ്മളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്, അയാളുമായിട്ടൊരു താതാത്മ്യം ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. അതാണ് വിവരണാത്മകത എന്ന് പറയുന്നത്. പക്ഷേ അയാളെ പോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു സിനിമ സ്റ്റൈലിൽ തന്നെ കാര്യങ്ങൾ നടത്തുകയോ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റൈൽ മൊത്തത്തിൽ മാറി. അപ്പോൾ അത് നമുക്ക് ഇവാലുവേറ്റീവുമാണ്. അപ്പോൾ ഇത്തരം രണ്ട് തരത്തിലുള്ള സ്റ്റൈൽ അല്ലെങ്കിൽ ശൈലികളാണ് നിലവിലുള്ളത്. ഇത് ഭാഷയുടെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ധർമ്മമാണ്. ഈ ഭാഷയില്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റൈൽ നമുക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ഭാഷയിലൂടെയാണ് നമ്മൾ ഈ സ്റ്റൈലുകളൊക്കെ പ്രകടിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്. ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെക്കാളേറെ ഭാഷയിൽ നിന്ന് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ സംസാരം, അവരുടെ എഴുത്തിൻ്റെ രീതി എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ആ സ്റ്റൈല് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഭാഷയുടെ മറ്റൊരു ധർമ്മമാണ് പോയറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പോയറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭാഷയുടെ സംഭാവനയാണ്. പോയം എന്ന് പറയുന്നത് ഭാഷയാണ്, പദ്യം എന്ന് പറയുന്നത്. അപ്പോൾ പദ്യരചനയിൽ പല കോൺട്രവേഴ്സികളും ഉണ്ട്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പദ്യങ്ങളായി തന്നെ എഴുതപ്പെടണമെന്നും പദ്യങ്ങൾ ഗദ്യങ്ങളായി എഴുതിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഉള്ള ചില ഇത് വരുന്നുണ്ട്. പദ്യത്തിൻ്റെ ഭാഷ വേറൊരു ഭാഷ തന്നെയാണ്. അപ്പോൾ അതേപോലെയും വരാറുണ്ട്. സാധാരണ കാര്യങ്ങളും അവതരിപ്പിക്കപ്പെടണമെങ്കിൽ അതിന് ഗദ്യഭാഷ പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കപ്പെടുകയും ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ രണ്ടിലും നടുക്ക് കടന്നിട്ടാണ് ഇപ്പോൾ പദ്യങ്ങൾ പലതും എഴുതപ്പെടാറുള്ളത്. ചിലത് ഒരു എക്സ്ട്രീം എൻഡിലേക്ക് പോകും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പോയറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജ് മാത്രം ഉപയോഗിക്കും, ചിലത് സാധാരണക്കാരൻ്റെ ഭാഷ മാത്രം ഉപയോഗിക്കും. അങ്ങനെ വരുന്നതും അതിൻ്റെ ഇടയിൽ വരുന്ന കുറേ പദ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്കാണ് നമുക്കിതെല്ലാം കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഈ പോയറ്റിക് ലാംഗ്വേജ് എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി ഒരിക്കലും പറ്റില്ല. എങ്കിൽ പോലും ഭാഷയുടെ പ്രത്യേകതകൾ അനുസരിച്ച് നമുക്ക് ഒരു
കാലാവസ്ഥത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ആ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ ഇരുന്നിട്ട് നിരീക്ഷിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. പിന്നെ പോയറ്റിക് ലൈസൻസ്, പോയത്തിന് അല്ലെങ്കിൽ കവിക്ക് സൂര്യന് കീഴിലുള്ള എന്ത് കാര്യങ്ങളെക്കുറിച്ചും കവിത എഴുതാം എന്നുള്ള ഒരു വാദമുണ്ട്. അതിനെയാണ് പോയറ്റിക് ലൈസൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് ഈ പോയറ്റിക് ലൈസൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊരു ഭാഷയുടെ ധർമ്മമാണ്. ഈ ഒരു ഗദ്യ അല്ലെങ്കിൽ പദ്യ രൂപത്തിലുള്ള ഒരു ഭാഷയുടെ വികാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അതിൽ നിന്ന് നമുക്ക് ആ സൗന്ദര്യാസ്വാദനം ഉണ്ടാവുക എന്നുള്ളത് നമ്മളുടെ ഭാഷയുടെ ഒരു ധർമ്മമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇനി നോവൽ എന്ന് പറയുന്ന ഒരു സാഹിത്യ സൃഷ്ടിയുടെ സാഹിത്യ സൃഷ്ടിയുടെ ആരംഭം, അതാണ് ഭാഷയുടെ മറ്റൊരു ധർമ്മം എന്ന് പറയുന്നത്. ഈ നോവലിൻ്റെ ഭാഷ ഒരു വ്യത്യസ്തമായ ഭാഷയാണ്. ഇപ്പം നോവൽ എങ്ങനെയായിരിക്കണം, 18-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ നോവലുകൾ പ്രചാരമാർജിക്കുകയും ആ നോവൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറി ആയിട്ട് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് 18-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലിറ്ററേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സാക്ഷര സമൂഹത്തിൽ നോവലുകളുടെ പ്രാധാന്യം അതോടുകൂടി വർദ്ധിക്കുകയും അതിനനുസരിച്ച് വിമർശനാത്മകമായിട്ടുള്ള സമീപനങ്ങൾ നോവലിനോട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഭാഷാപരമായിട്ടുള്ള നടപടി അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസും അല്ലെങ്കിൽ പരീക്ഷണങ്ങളും നോവലിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ സൈസ് എത്രയായിരിക്കണം, അതിന് എത്രമാത്രം സ്കോപ്പ് ഉണ്ടായിരിക്കണം, അത് നോവൽ എന്ന് പറയേണ്ട അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഭാഷ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെയധികം ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമുക്കതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറയുന്നത്. നോവൽ കാരണം ഒരു നോവലിസ്റ്റിന് അതിൻ്റെതായ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്, അതിനനുസരിച്ച് അദ്ദേഹത്തിന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ ഒരു സ്വഭാവം മാത്രമേ നോവലിന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളിൽ അപ് ടു ദ ഓഥറാണ്. അദ്ദേഹത്തിൻ്റെ മനോരഥം അനുസരിച്ചായിരിക്കും അദ്ദേഹം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുക. അപ്പോൾ നോവൽ എങ്ങനെയാണോ അത് അതേപോലെ നമുക്ക് വായിച്ചെടുക്കുക, അതിനെ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് അതിലുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നോവലിനെ അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു ചർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭാഷയുടെ ഒരു പ്രധാന ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ധർമ്മമാണ് നോവലുകളുടെ രചന എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇനി ഭാഷയുടെ മറ്റൊരു പ്രധാന ധർമ്മമാണ് സയൻസ് അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ ഭാഷയായിട്ട് നമ്മുടെ ഭാഷ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ശാസ്ത്രവും വിജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പല്ലിശാസ്ത്രം, കൗളിശാസ്ത്രം മുതലായ ശാസ്ത്രം, ഇതിനെയൊക്കെ ശാസ്ത്രം എന്ന് പറയുന്നുണ്ട്. അതിനൊന്നും തെളിവുകളൊന്നുമില്ല. അതൊന്നും യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടതോ അല്ലെങ്കിൽ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രൂവ് ചെയ്യപ്പെട്ടതോയേ അല്ല. പ്രൂഫേ ഇല്ല അങ്ങനത്തെ കാര്യങ്ങൾക്ക്. അങ്ങനത്തെ ശാസ്ത്രം എന്ന് പറയാനുണ്ട്. അപ്പോൾ ശാസ്ത്രം എന്ന സംജ്ഞ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. സയൻസ് എന്ന വാക്കിന് കൃത്യമായിട്ടുള്ളത് വിജ്ഞാനം എന്നുള്ള വാക്കായിരിക്കും കൂടുതൽ ചേരുക. സയൻസിന് ശാസ്ത്രം എന്ന് ഉപയോഗിക്കുന്നത് ഒരു കൃത്യമായിരിക്കില്ല എന്നാണ് പറയാൻ പറ്റുക. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭാഷയുള്ളത് കൊണ്ടാണ് നമുക്ക് സയൻസ് ഇത്രമാത്രം ഡെവലപ്പ് ആയത്. ഭാഷയില്ലായിരുന്നെങ്കിൽ ഈ സയൻസ് ഇത്രമാത്രം ഡെവലപ്പ് ആവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂർവികരായിട്ടുള്ള പല സയൻറ്റിസ്റ്റുകളും അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ വൈജ്ഞാനികരും അവരവരുടേതായ രീതിയിൽ പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടുപിടുത്തങ്ങളുടെ എല്ലാ ഫലങ്ങൾ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ അല്ലെങ്കിൽ പ്രത്യേകമായ ഭാഷ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് അത് പിന്നീടുള്ള തലമുറകൾക്ക് അത് വായിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ മുകളിൽ വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി പുതിയ പുതിയ അറിവുകൾ അതിലേക്ക് സംഭാവന ചെയ്യാനും അങ്ങനെ അറിവിൻ്റെതായ വലിയൊരു ബോഡി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഒരു നോളജ് ബോഡി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അതിന് പറയുക, വൈജ്ഞാനിക ശേഖരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്തത്. അപ്പോൾ ഇതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് വെച്ചാൽ ഈ ഒരു ഭാഷയുടെ ധർമ്മം അത് വ്യക്തമായ രീതിയിൽ അത് നിർവഹിക്കപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു നോളജ് ബോഡി ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. അത് റിസർച്ച് ഫൈൻഡിങ്സ്, ഇപ്പോഴും നമ്മൾ റിസർച്ചുകളൊക്കെ നടത്തുന്നത് പഴയ റിസർച്ചുകളുടെ മുകളിലിരുന്നിട്ടാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത്. അല്ലാതെ നമ്മൾ ആദ്യം മുതൽ നമ്മൾ കണ്ടുപിടിക്കുന്നൊന്നുമില്ല ഒരു കാര്യങ്ങൾ. പുതിയ പുതിയ റിസർച്ചുകൾ നടത്തുന്ന, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന, ആ കണ്ടുപിടുത്തങ്ങൾ വീണ്ടും പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്ന അങ്ങനെ ശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ വൈജ്ഞാനികപരമായിട്ടും ടെക്നോളജിക്കലായിട്ടും ഒക്കെ നമ്മൾ പുരോഗതി പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഇംപേഴ്സണൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ ഭാഷയിൽ നമ്മൾ അത് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇംപേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങളൊന്നും നമ്മൾ സയൻസിൽ അടയാളപ്പെടുത്താറില്ല. അതേസമയം നമ്മൾ വേറെ എന്തെങ്കിലും നോവലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ കഥാകാരൻ്റെതായ നിരൂപണങ്ങളും കഥാകാരൻ്റെതായ അഭിപ്രായങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പക്ഷേ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു തിയറിയിലും അയാളുടേതായിട്ടുള്ള നിരൂപണങ്ങളോ അയാളുടേതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോ അയാൾ എഴുതാറില്ല.
വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു എന്ന് പറയുന്നത് അയ്യോ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കുന്നു എന്നല്ലല്ലോ പറയാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ പിന്നെന്തില്ല വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. ലോജിക്കൽ എക്സ്പോസിഷനാണ്. വളരെ യുക്തിസഹമായിട്ട് വേണം നമ്മൾ ആ ഒരു കാര്യം എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ പ്രിസൈസ് വളരെ ചുരുക്കത്തിൽ എഴുതണം. അതുപോലെ ഇമോഷണൽ കണ്ടന്റ്, ഹ്യൂമർ, അതുപോലെ ഫിഗറേറ്റീവ് എക്സ്പ്രഷൻസ്, ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഒക്കെ നമ്മൾ സാഹിത്യത്തിന് മാത്രമാണ്. അതേസമയം അതിനുള്ള ലൈസൻസ് സാഹിത്യത്തിൽ മാത്രമാണ്. അതേസമയം വിജ്ഞാനത്തിൽ അങ്ങനത്തെ ലൈസൻസ് ഇല്ല. അവ കൃത്യമായ രീതിയിൽ തന്നെ നമ്മൾ പ്രതിപാദിക്കപ്പെടണം. അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് അനുവാചകരിൽ എത്താതെ ഇരിക്കുകയും അതുകൊണ്ട് പിന്നീടുള്ള പരീക്ഷണങ്ങൾക്കോ നിരീക്ഷണങ്ങൾക്കൊക്കെ ഭംഗം വരാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതുപോലെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലേ, കണക്ക് അല്ലെങ്കിൽ ഗണിതപരമായിട്ടുള്ള ചില സംഖ്യകളൊക്കെ വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സംഖ്യകളിലൊക്കെ വളരെ ചുരുക്കം എഴുത്താണുള്ളത്. ആ സംഖ്യകൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വലിയ വലിയ മീനിങ്ങുകളുണ്ട്. അതേസമയം സാധാരണ നമ്മൾ പിന്നെ ഭാഷയിൽ ഉപയോഗിക്കുന്ന എയും ബിയും പോലെയല്ല, അല്ലെങ്കിൽ നോവലിൽ ഉപയോഗിക്കുന്ന എയും സ്ക്വയറും ബിയും ഒന്നും അല്ല യഥാർത്ഥത്തിൽ മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്നത്. ആ സ്ക്വയർ അവിടുന്ന് മാറി ഇപ്പുറത്ത് മാറിപ്പോവുക, അല്ലെങ്കിൽ ആ വാക്ക് ഇപ്പുറത്തേക്ക് മാറുക, അല്ലെങ്കിൽ ഒരു അക്ക അങ്ങോട്ട് മാറുക ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം കാൽക്കുലേഷൻസ് തെറ്റും. അത് വലിയ വ്യത്യാസമാണ് റിസൾട്ടിൽ വരിക. അത് ചിലപ്പോൾ വലിയ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാഷകളുടെ പ്രയോഗം എന്ന് പറയുന്നത് നമ്മളുടെ ഭാഷയുടെ ഒരു ധർമ്മമായിട്ട് കണക്കാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൽ സിമ്പലുകൾ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ഗ്രാഫുകൾ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ പിന്നെ അതിൻ്റെ വൊക്കാബുലറി തന്നെ വ്യത്യസ്തമായൊരു വൊക്കാബുലറിയാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഗ്രാമർ തന്നെ അതൊരു പ്രത്യേക തരത്തിലുള്ള ഗ്രാമറുകളാണ് സയൻറ്റിഫിക് ലാംഗ്വേജുകളിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സയൻറ്റിഫിക് ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഭാഷയുടെ ഒരു ധർമ്മമാണ് എന്തെന്ന് പറയുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള ലാംഗ്വേജ് പ്രദാനം ചെയ്യുക, അതിലൂടെ പുതുതലമുറകളിലേക്ക് വിജ്ഞാനം വ്യാപിക്കുക എന്നുള്ളത്. ഇനി ഭാഷയുടെ മറ്റൊരു ധർമ്മമാണ് ലാംഗ്വേജിൻ്റെയും റിലീജിയൻ്റെയും വ്യാപനം എന്ന് പറയുന്നത്. ലാംഗ്വേജ് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പല ലാംഗ്വേജുകളും പല രാജ്യങ്ങളിലേക്കും സ്പ്രെഡായത് ചില റിലീജിയനുകൾ സ്പ്രെഡായതോടുകൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ റിലീജിയന് ഈ ട്രാൻസ്മിഷൻ നോളജ് പോലെയല്ല, അതേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യുക അവരുടെ ചിന്തകൾ, അവരുടെ ചിന്താധാരകൾ, അതുപോലെ അവരുടെ കാഴ്ചപ്പാടുകൾ ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ചില മതങ്ങളൊന്നും ട്രാൻസ്ലേഷൻ അനുവദിക്കാറില്ല. പക്ഷേ ചില മതങ്ങളൊക്കെ ഇപ്പോൾ ബൈബിളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഇതിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ മതങ്ങളുടെയും ഗ്രന്ഥങ്ങൾ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള അവർ പറയുന്ന കാര്യങ്ങളെയൊക്കെ നമ്മളിപ്പം എന്ത് ചെയ്യുന്നുണ്ട്, നല്ലതോ ചീത്തയോ ആവട്ടെ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അതിലുണ്ടാവുക. സയൻസ് പോലെയല്ലല്ലോ റിലീജിയൻ എന്ന് പറയുന്നത്. ആളുകളുടെ ഒപ്പീനിയൻ മാത്രമാണ്. അവയ്ക്കൊന്നും സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂഫുകളൊന്നും നമുക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെന്ത് എഴുതിയോ അത് അതേപോലെ മറ്റുള്ളവർക്ക് കൊടുത്താൽ മാത്രമേ അത് എന്ത് ചെയ്യപ്പെടാൻ പറ്റുള്ളൂ, വായിക്കപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. സയൻസ് അതല്ല. മറ്റൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രൂഫ് നോക്കിയിട്ട് വെള്ളം 100 ഡിഗ്രി തന്നെയാണോ തിളയ്ക്കുന്നത്, അല്ലെങ്കിൽ അതിൽ എഴുതിയതിൽ തെറ്റുണ്ടാവാം, ഇത് 100 ഡിഗ്രി അല്ല, അതിലെഴുതിയത് 80 എന്നാണ്, പക്ഷേ ഇതിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ 80 ഡിഗ്രി എന്നാണ് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കിയപ്പോൾ 80 തിളയ്ക്കുന്നില്ല, 100 തിളയ്ക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആക്കാൻ വേണ്ടി പറ്റും. പക്ഷേ റിലീജിയനിൽ അത് പറ്റില്ല. റിലീജിയനിൽ 80 ഡിഗ്രിയിൽ തിളയ്ക്കുന്ന പറഞ്ഞാൽ 80 ഡിഗ്രി തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ അതിൽ വരുന്ന ട്രാൻസ്ലേഷനിൽ വരുന്ന മിസ്റ്റേക്കുകൾ എന്ത് ചെയ്യപ്പെടും, പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും. പിന്നീട് വരുന്ന പല സ്ഥലങ്ങളിലേക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ആദ്യമായിട്ട് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി അത് കറക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഹിസ്റ്റോറിക്കലി കറക്റ്റ് അല്ലെങ്കിൽ അതും എന്താണ് ആളുകൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെടാനുള്ള സാധ്യത വരും. അതുപോലെ ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള രീതിയിലാണോ, 100% നീതി പുലർത്തുന്ന രീതിയിലാണോ എന്നൊക്കെ നോക്കണം. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് 100% കൃത്യമായിട്ട് നമുക്കൊരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിന് തത്തുല്യമായ രീതിയിലുള്ള വേറെ തരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷനും കൂടി ലാംഗ്വേജ് നിർവഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഭാഷയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മമാണ് കമ്മ്യൂണിക്കേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഫംഗ്ഷൻ നേരത്തെ പഠിച്ചു. അതിനേക്കാൾ പ്രാധാന്യമുള്ള ഫംഗ്ഷൻസ് ഉള്ളതുകൊണ്ടാണ് മുന്നേ എല്ലാം അത്തരത്തിലുള്ള പ്രാധാന്യമുള്ള ഫംഗ്ഷൻസിനെ പറ്റി അല്ലെങ്കിൽ ധർമ്മങ്ങളെ പറ്റി നമ്മൾ പ്രതിപാദിച്ചത്. ഇനി അതിലൊരു പ്രധാനപ്പെട്ട എന്ന് പറയപ്പെടുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തുക എന്നുള്ളത് ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ ഭാഷയുടെ ഒരു പ്രധാനപ്പെട്ട ധർമ്മമാണ്. അപ്പോൾ ഇതിൽ വരുന്ന ധർമ്മത്തിൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിനുള്ളിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളതാണ്. നമ്മളുടേതായ ഗ്രൂപ്പുണ്ട്, അതേപോലെ ഔട്ട് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഗ്രൂപ്പിന് പുറത്തുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവിങ് സ്പെഷ്യലൈസ്ഡ് ഇൻഫർമേഷൻ, ചില സ്പെഷ്യലൈസ്ഡ് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ 3 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്.
ഇതിൽ ഇൻ ഗ്രൂപ്പ് ലാംഗ്വേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ ഗ്രൂപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വൺ യൂസ്ഡ് സൊസൈറ്റി ഫോർ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻ ഗ്രൂപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ദൈനംദിന പ്രവർത്തികൾ ചെയ്യാനും ദൈനംദിന ജീവിതത്തിലും അവർ പല വാക്കുകളും ഫേസ് ടു ഫേസ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന് റിട്ടേൺ ഫോം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. പ്രധാനപ്പെട്ട ഇൻഡിജീനിയസ് ആയിട്ടുള്ള ലാംഗ്വേജുകൾ, ചില ട്രൈബൽ ലാംഗ്വേജുകളൊക്കെ ഇപ്പോഴും ഇൻ ഗ്രൂപ്പ് ലാംഗ്വേജുകൾ എന്ന കണക്കിനത്തിലാണ് വരുന്നത്. അവയ്ക്ക് പിന്നെ എന്താണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ചില വാങ്മയ രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. ചില ഭാഷകൾ നമുക്കറിയാം. ഇപ്പോൾ പിന്നെ ചില സമുദായങ്ങൾ, ഗോത്ര സമുദായങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്ന ഭാഷ, ഇപ്പോൾ പണിയ സമുദായങ്ങൾ ഉപയോഗിക്കുന്ന ചില ഭാഷകൾ, അതിന് റിട്ടേൺ ഫോം ഒന്നുമില്ല. പക്ഷേ അവർക്ക് അവരുടെ ഇൻ ഗ്രൂപ്പിൽ അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇൻ ഗ്രൂപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ലാംഗ്വേജുകളുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഷയുടെ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു പിന്നെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ധർമ്മമായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. ഇനി ഔട്ട് ഗ്രൂപ്പ് ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. അതിൽ സ്വിസ് ജർമ്മൻ ലാംഗ്വേജ് ഒരു ഇൻ ഗ്രൂപ്പ് ലാംഗ്വേജ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട് ഗ്രൂപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഔട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ചില ആളുകൾക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരും. ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യങ്ങൾ വരും. ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് മറ്റൊരു സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടണം, അതിൽ ഒരു രാജ്യത്തിന് മറ്റു രാജ്യങ്ങൾ, അങ്ങനെ ഇൻ്റർ സ്റ്റേറ്റ് ആയിട്ടുള്ള ഇൻ്റർ റീജിയണൽ ആയിട്ടൊക്കെയുള്ള പല റിലേഷൻസും വരുമ്പോൾ നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ലാംഗ്വേജ് നമുക്ക് ഉപയോഗിക്കപ്പെടാൻ വേണ്ടി പറ്റില്ല. കാരണം എല്ലാവർക്കും അത് മനസ്സിലാവാത്ത ലാംഗ്വേജാണ്. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിലെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു ലാംഗ്വേജ് വന്ന് രണ്ട് ടൈപ്പ് ലാംഗ്വേജ് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന് പിഡ്ഗിൻ ലാംഗ്വേജും അതുപോലെ കൊയിൻ ലാംഗ്വേജും. പിഡ്ഗിൻ എന്ന് പറയുന്നത് ഈ ലാംഗ്വേജ് നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഗോത്ര സമുദായത്തിൻ്റെ ചില ഭാഷകൾ എന്ത് ചെയ്യപ്പെട്ടു, അന്യം നിന്ന് പോയിട്ടുണ്ട് പരിപൂർണമായിട്ടും. ചിലപ്പോൾ മലയാള ഭാഷയുടെ സ്വാധീനം കൊണ്ടായിരിക്കും അവ അന്യം നിന്ന് പോയത്. കാരണം അവരവരുടെ വീടുകളിൽ മാത്രമേ അത്തരം ഭാഷകൾ ഉപയോഗിക്കുന്നുള്ളൂ. പുറമേയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി അവരുടെ ഗോത്ര ഭാഷകൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാതെ വരുന്നതോടുകൂടെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഉപയോഗിക്കാതെ വരുന്നതോടുകൂടെ മലയാള ഭാഷ എന്ന് പറയുന്നത് ഒരു കോമൺ ലാംഗ്വേജ് ആയിട്ട് അവർ യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ മലയാള ഭാഷ അവരുടെ യഥാർത്ഥത്തിലുള്ള ഭാഷയുടെ മേൽ വളരെയധികം പിന്നെ ശക്തമായ സ്വാധീനം ചെലുത്തുകയും അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ, അതിൻ്റെ വൊക്കാബുലറി തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അത് സ്വാധീനം ചെലുത്തി ആ ഭാഷയെ തന്നെ വളരെയധികം പിന്നെ മലയാളവൽക്കരിക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്, സെക്കൻഡ് ലാംഗ്വേജ് ആണ് മറ്റൊരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സെക്കൻഡ് ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജിനെ എന്ത് ചെയ്യുന്നു, പരമാവധി മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പിഡ്ഗിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ ലാംഗ്വേജുകളും അങ്ങനെ ആവണമെന്നില്ല. ചില ലാംഗ്വേജുകൾ കൊയിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഈ ലാംഗ്വേജുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലാംഗ്വേജുകൾ നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന് മുകളിൽ പല വൊക്കാബുലറികളും നമ്മൾ എടുക്കുകയും കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് ഗ്രാമറൊക്കെ ഒന്ന് സിംപ്ലിഫൈ ആക്കി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്യുന്നതാണ് കൊയിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഉദാഹരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്ലാസിക്കൽ ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ വളരെ കടുകട്ടിയാണ്. ആൾക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്ത അത്രയ്ക്കും കടുകട്ടിയായ വളരെയധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരുന്ന ഒരു ഭാഷയായിരുന്നു ഗ്രീക്ക് എന്ന് പറയുന്നത്. പക്ഷേ മെഡിറ്ററേനിയനിലേക്ക് ഈ ഗ്രീക്ക് ഭാഷ വ്യാപിച്ചതോടുകൂടി, അവരുടെ അധികാര പരിധി പല രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചതോടുകൂടി ഗ്രീക്ക് ഭാഷയ്ക്ക് കൂടുതൽ സിംപ്ലിഫിക്കേഷൻ ആവശ്യമായിട്ട് വന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി ലളിതവൽക്കരണം ആവശ്യമായി വരികയും അത് എല്ലാ ഭാഷകൾക്കും സ്യൂട്ടാവുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ എല്ലാ ഭാഷക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് ലളിതവൽക്കരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥ ഭാഷ മാറുന്നില്ലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊരു ലളിതവൽക്കരണം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഭാഷകളെയാണ് കൊയിൻ ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്തരം രണ്ട് തരത്തിലാണ് ഔട്ട് ഗ്രൂപ്പ് ലാംഗ്വേജുകളുള്ളത്. അപ്പോൾ ഇൻ ഗ്രൂപ്പ് ലാംഗ്വേജുകളും ഔട്ട് ഗ്രൂപ്പ് ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ, ലാംഗ്വേജ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ഇൻഫർമേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ലാംഗ്വേജ് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കാൻ വേണ്ടി ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. അപ്പോൾ ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കണമെങ്കിൽ അതിൻ്റെ ധർമ്മം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇൻ ഗ്രൂപ്പ് ലാംഗ്വേജ് എന്താണ്, ഔട്ട് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ ലാംഗ്വേജിൻ്റെ ഒരു ധർമ്മമാണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആശയങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ ധർമ്മം. അപ്പോൾ അതിൽ ഇൻ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനും ഔട്ട് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനും എന്താണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇൻ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എല്ലായിടത്തും സാധ്യമാവുകയില്ല. ഇപ്പോൾ ഫിലിപ്പീൻസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടേതായ ചില ഭാഷകളുണ്ട്, ലാംഗ്വേജുകളുണ്ട്. സെബുനാവോ അതുപോലെ സമാരനോ എന്നൊക്കെ പറഞ്ഞുള്ള ചില
ലാംഗ്വേജുകൾ അവർ ഫിലിപ്പീൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആ ഫിലിപ്പീൻസിലെ ആ ഭാഷകൾ അവരുടേതായ പ്രത്യേക വിഭാഗത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവരെന്ത് പഠിക്കണം, ഫിലിപ്പിനോ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഷ പഠിച്ചെങ്കിൽ മാത്രമേ അവർക്ക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതൊരു സെക്കൻഡ് ലാംഗ്വേജ് എന്ന രീതിയിലാണ് അവർ പിന്നീട് അടുത്ത ഭാഷ പഠിക്കുന്നത്. അപ്പോൾ ആ ഭാഷയും ഈ ഭാഷയും തമ്മിലുള്ള കുറേ സാമ്യങ്ങളും പിന്നെ എന്താണ് കുറേ പിന്നെ ട്രാൻസ്ലേഷൻസ് ഒക്കെ അവിടെ ഉണ്ടാവും. അത് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ പുറമെ അവർ ഇംഗ്ലീഷും കൂടി പഠിക്കണം. ഇംഗ്ലീഷും കൂടി പഠിച്ചെങ്കിൽ മാത്രമേ അവർക്ക് പൊളിറ്റിക്സിലോ ബിസിനസ്സിലോ അതുപോലെയുള്ള സോഷ്യൽ ലൈഫിലേക്കോ നേരിട്ട് കടന്നു ചെല്ലാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫിലിപ്പിനോ മാത്രം പഠിച്ചുകൊണ്ടും കാര്യമില്ല. അപ്പോൾ ഇവിടെ 3 ലാംഗ്വേജുകൾ പഠിക്കേണ്ട, അല്ലെങ്കിൽ ഒരു ഇൻ ഗ്രൂപ്പ് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ ഔട്ട് ഗ്രൂപ്പിൽ ലാംഗ്വേജ് പഠിക്കുന്നത്, പിന്നീട് വീണ്ടും ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷും കൂടി പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്പെഷ്യലൈസേഷൻ ഈ 3 സ്പെഷ്യലൈസേഷൻ അവർക്ക് ആവശ്യമായി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്, ലാംഗ്വേജിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് ലാംഗ്വേജ് എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ ജനറൽ കോൺസെപ്റ്റ് എന്താണോ അത് മതി എന്നുള്ള തീരുമാനത്തിലെത്തുന്ന ആളുകളുണ്ട്. പക്ഷേ ചില ആളുകൾ അതിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്, ഫോണോളജി, ഗ്രാമർ, അതുപോലെ സിമാറ്റിക്, ഗ്രാഫോളജി എന്ന് പറയുന്ന ഗ്രാമർ, അതുപോലെ അതിൻ്റെ സെമാൻറ്റിക്സിനൊക്കെ കൂടുതൽ പദങ്ങളുടെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അർത്ഥതലങ്ങൾ ഇതിനെയൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഗ്രാമറിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, മറ്റൊരു കമ്മ്യൂണിക്കേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ലളിതമായി നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അപ്രോച്ച്, ഇപ്പോൾ മോഡേൺ ലിംഗ്വിസ്റ്റുകൾ അല്ലെങ്കിൽ ഭാഷാശാസ്ത്രജ്ഞന്മാർ ഇതിലൊക്കെ കൂടുതൽ പഠനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അവർ പറയുന്നത് ഭാഷയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പറയുന്നുണ്ട്. അത് ഹ്യൂമൻ ലാംഗ്വേജ് ആവണം. ഇപ്പോൾ ഹ്യൂമൻ ലാംഗ്വേജ് ആവുക എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യതരമായിട്ടുള്ള ജീവികൾ ഉപയോഗിക്കുന്നുണ്ട്, മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ. അതുപോലെ അത് എന്താണ്, അത് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിനേക്കാളേറെ അതൊരു ഹ്യൂമൻ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പല വിവിധങ്ങളായ ശബ്ദങ്ങൾ ഉപയോഗിക്കാം, അതുപോലെ ആംഗ്യങ്ങൾ ഉപയോഗിക്കാം, അങ്ങനെ പല കാര്യങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്ന രീതിയിൽ അതിന് ഒരു പദവി ലഭിക്കണമെങ്കിൽ അതിന് പ്രത്യേക രീതിയിലുള്ള ചില ഒരു എന്താണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലിംഗ്വിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ളതിന് മാത്രമാണ് നമുക്കൊരു ലാംഗ്വേജ് എന്നുള്ള പേര് കൊടുക്കാൻ വേണ്ടി, ഭാഷ എന്ന പേര് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹ്യൂമൻ ലാംഗ്വേജ് എന്നുള്ള ഐഡൻറ്റിറ്റി കിട്ടണമെന്നതായിരിക്കണം ലാംഗ്വേജ് എന്നാണ് ഭാഷാ വിദഗ്ധരുടെ ഒരു പൊതുവായിട്ടുള്ള അംഗീകാരം എന്ന് പറയുന്നത്. അതുപോലെ ഐഡൻറ്റിഫൈങ് യൂണിവേഴ്സൽ സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ് ഓഫ് ലാംഗ്വേജ്, അപ്പോൾ യൂണിവേഴ്സൽ സ്ട്രക്ചറുകളുണ്ട്. ഇപ്പോൾ എന്താണ് കർമ്മം, കർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു യൂണിവേഴ്സലായ സ്ട്രക്ചർ ഉണ്ട്. ചില ഭാഷകളൊന്നും ഇത്തരത്തിൽ യൂണിവേഴ്സൽ സ്ട്രക്ചറുകളെ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, അതിന് അനുസൃതമായ രീതിയിൽ അവ വളർന്നു വരാത്ത പല ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ പല സ്ട്രക്ചറുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ട്രക്ചറുകളുള്ള ലാംഗ്വേജുകളൊക്കെ വരുമ്പോൾ അവയെക്കാളും കൂടുതൽ ശാസ്ത്രീയവും അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താണ് സിസ്റ്റമാറ്റിക്കുമായിട്ടുള്ള സ്ട്രക്ചറുള്ള ലാംഗ്വേജുകളായിരിക്കും കൂടുതലായിട്ട് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് ഓഫ് സ്പെഷ്യലൈസ്ഡ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ട്രക്ചറൽ ഇൻഫർമേഷനും കൂടി നമ്മൾ മനസ്സിൽ കാണണം. അപ്പോൾ അതൊരു ലാംഗ്വേജിൻ്റെ ഫംഗ്ഷനാണ്. യഥാർത്ഥത്തിൽ ഹ്യൂമൻ ലാംഗ്വേജ് എന്ന രീതിയിൽ ലാംഗ്വേജ് ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ലാംഗ്വേജിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതുപോലെ ഒരു ലാംഗ്വേജ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദമായ പഠനമാണ് ഇവിടെ നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അമേരിക്കൻ ലിംഗ്വിസ്റ്റ് ആയിട്ടുള്ള ചാൾസ് ഓക്കറ്റാണ് അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് നല്ല ആനിമൽസൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആശയവിനിമയം, ഒരു ആശയത്തെ മറ്റൊരു ആളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇണ ചേരുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഭക്ഷണം കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും, അതുപോലെ പേടിപ്പിക്കാനും, അതുപോലെ ഭയപ്പെടുത്താനും, അതുപോലെ എന്താണ് സ്നേഹം കാണിക്കാനും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ജന്തുവർഗ്ഗങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോർമോണുകളൊക്കെ ഒരു കമ്മ്യൂണിക്കേഷനാണ്. ചില ഉറുമ്പുകളൊക്കെ ഹോർമോണിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ബാറ്റുകൾ, വവ്വാലുകളൊക്കെ സൗണ്ട് വേവുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ പലതരത്തിലുള്ള വളരെ അത്ഭുതകരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ആശയവിനിമയം നമുക്ക് ജന്തുവർഗ്ഗങ്ങളുടെ ഇടയിൽ കാണാം. പക്ഷേ ഈ ആശയവിനിമയവും ഈ ഭാഷാവിനിമയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഭാഷ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം സ്വായത്തമായിട്ടുള്ള ഒരു പ്രത്യേക കഴിവാണ്, സിദ്ധിയാണ്. അപ്പോൾ ആ ഒരു സിദ്ധി എന്ന് പറയുന്നത് മനുഷ്യന് ഉപയോഗപ്പെടുന്നു. അപ്പോൾ ഒരു 13 തരത്തിലുള്ള എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം എന്താണ് യഥാർത്ഥത്തിൽ ഭാഷ അല്ലെങ്കിൽ സ്പോക്കൺ ലാംഗ്വേജ് എന്ന് പറയുന്നതും കമ്മ്യൂണിക്കേഷൻ എന്താണ്, മനുഷ്യരുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിന് ഭാഷയുടെ പദവി വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്.
അപ്പോൾ അതിൽ ഒന്നാമത്തെ പറയുന്നത് ഓഡിറ്ററി വോക്കൽ ചാനലാണെന്നാണ് പറയുന്നത്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ വാക്കുകൾ വായിലൂടെ വരുന്നു, വോക്കൽ കേൾക്കുക. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേൾക്കുകയാണ് നമ്മൾ, ഓഡിയോ. അതുപോലെ വോക്കൽ എന്ന് പറഞ്ഞാൽ വായിൽ നിന്ന് വരുന്നു. അപ്പോൾ ഒരാളുടെ വായിൽ നിന്ന് ശബ്ദം ഉണ്ടാകുന്നു, മറ്റൊരാളുടെ ചെവിയിലൂടെ ശബ്ദം എന്ത് ചെയ്യുന്നു, കേൾക്കപ്പെടുന്നു. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഭാഷ എന്നത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വിഷ്വലായിട്ട് കണ്ട് മനസ്സിലാക്കാം. അതൊരു ലാംഗ്വേജ് അല്ലെ ഭാഷ എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ സാഹിത്യകാരന്മാരൊക്കെ അതൊരു ഭാഷയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അത് ഒരു ഫിഗറേറ്റീവ് ആയിട്ടുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു ആലങ്കാരികമായിട്ട് നമുക്ക് പറയാം അവൻ്റെ ഭാഷ മനസ്സിലായി, അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭാഷ എന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. പക്ഷേ യഥാർത്ഥ ടെക്നിക്കൽ ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് കാണപ്പെടുന്നതോ അല്ലെങ്കിൽ ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ തൊട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ, എന്നുള്ള സോഫ്റ്റ് ആണ്, മറ്റേത് വളരെ ഹാർഡാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാത്ത ഒരു അറിവാണ് നമുക്ക് കിട്ടുന്നത്, ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ആ ഇൻഫർമേഷൻ ഭാഷയിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ അല്ല. അത് നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ ലഭിക്കുന്ന ഇൻഫർമേഷനാണ്. അല്ല അങ്ങനെയുള്ള പല ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. രുചിയൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് എരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഭാഷയിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ. അതേസമയം നമ്മളൊരു എരിവുള്ള സാധനം നക്കി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താണ്, ഡയറക്റ്റ് പെർസെപ്ഷൻ മാത്രമാണ്. അപ്പോൾ ഓഡിയോ വോക്കലാണ്. അപ്പോൾ എന്താണ്, നമ്മളുടെ 2 ഇന്ദ്രിയങ്ങളാണ് ഈ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിലൊന്ന് എന്താണ്, ചെവി എന്ന് പറയുന്ന കേൾക്കുന്ന ഇന്ദ്രിയവും, അതുപോലെ വായ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പറ്റുന്ന പിന്നെ ഇന്ദ്രിയമാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി ബ്രോഡ്കാസ്റ്റ്, ട്രാൻസ്മിഷൻ ആൻഡ് ഡയറക്ഷണൽ റിസപ്ഷൻ. അപ്പോൾ എന്താണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പോലെയാണ് ഓഡിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സോഴ്സ് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എവിടെ നിന്നാണ് നമുക്ക് ആ ഡയറക്ഷൻ വന്ന സൗണ്ടിൻ്റെ ഡയറക്ഷൻ വന്നതെന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു എബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഭാഷയുടെ ഒരു പ്രധാന പ്രത്യേകതയായിട്ട് അദ്ദേഹം കാണിക്കുന്നു. ഇനി റാപ്പിഡ് ഫേഡിങ്, അതുപോലെ തന്നെ എന്താണ്, പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോവുക അത് എന്ന് പറയുന്നത് സിഗ്നലുകൾ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പക്ഷി കരയുകയാണെങ്കിൽ ആ പക്ഷി എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ആ പക്ഷിയുടെ കരച്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ശബ്ദം നമുക്ക് കേൾക്കാനില്ല. അയ്യോ ഇപ്പോൾ ഒരു പക്ഷി കരഞ്ഞു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അല്ലേ. പക്ഷേ അതേസമയം അത് ഒരു ട്രാൻസിസ്റ്ററിയാണ്. കുറച്ച് ഒരു പരിധി വരെ അത് നിലനിൽക്കുക, ഏതാനും സെക്കൻഡുകൾ മാത്രമേ എന്താണ് ശബ്ദം നിലനിൽക്കുന്നുള്ളൂ. അത് ഹിയറർ കേൾക്കുന്ന കാലം വരെ നിൽക്കില്ല. പക്ഷേ ലാംഗ്വേജ് അങ്ങനെയല്ല. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ലാംഗ്വേജ് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ പിന്നെ എന്താണ് പിന്നീട് ആവശ്യങ്ങൾക്ക് വേണ്ടി ശേഖരിച്ച് വെക്കുകയോ ചെയ്യാം. അതേസമയം ഇത്തരത്തിലുള്ള പിന്നെ ഓഡിറ്ററി സിഗ്നൽസ് നമുക്ക് പെട്ടെന്ന് ശേഖരിച്ച് വെക്കാൻ വേണ്ടി പറ്റില്ല. ഇൻ്റർചേഞ്ചബിലിറ്റി ആണ് പറയുന്നത്. ഇൻ്റർചേഞ്ചബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിപ്രൊഡ്യൂസ് എനി ലിംഗ്വിസ്റ്റിക് മെസ്സേജ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ള പിന്നെ അവ പിന്നെ എന്താണ് മെയിൽ ഫീമെയിലൊക്കെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ മനുഷ്യൻ്റെ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ എന്താണ് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, റിപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലാംഗ്വേജ് കേൾക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു, അതേ രീതിയിൽ അങ്ങോട്ടേക്ക് പ്രതികരണങ്ങൾ കൊടുക്കുന്നു. ഇനി ടോട്ടൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു നമുക്ക് നമ്മളോട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് ആൻസർ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റേതല്ല, ഒരു സ്റ്റിമുലി റെസ്പോൺസ് എന്നുള്ള രീതിക്കാണ്. സ്റ്റിമുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു പ്രകോപനം പോലെ ഉണ്ടാകുന്നു, അതിനനുസരിച്ച് ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നു. അത് മാത്രമാണ് മൃഗങ്ങളുടെ ഇടയിൽ നടക്കുന്നത്. പക്ഷേ മനുഷ്യരുടെ ഇടയിൽ അതങ്ങനെയല്ല. അവയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടോട്ടൽ ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് അടുത്താണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ചില ശബ്ദങ്ങൾക്ക് ചില സ്പെഷ്യൽ മീനിങ്ങുകളുണ്ട്. ഇപ്പോൾ പിന്നെ പക്ഷി എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള മീനിങ് ഉണ്ട്. അതുപോലെ ക്യാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബില്ലി എന്ന് പറഞ്ഞാലൊക്കെ നമുക്ക് സ്പെഷ്യൽ മീനിങ് തന്നെയാണ്. ഒരേ ഇതിൻ്റെ തന്നെയാണ്. പക്ഷേ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരു പട്ടി കുരയ്ക്കുകയാണ്, അല്ലെ പട്ടി പിന്നെ പാൻറ് ചെയ്യുകയാണെങ്കിൽ അതതിൻ്റെ ഒരു ബയോളജിക്കൽ പർപ്പസ് മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അത് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്ക് പിന്നെ ചൂടെടുക്കുന്നതെന്നോ അല്ലെങ്കിൽ എനിക്ക് പിന്നെ ശ്വാസം മുട്ടുന്നതെന്നോ അല്ലെങ്കിൽ ഞാൻ ഓടി തളർന്നിരിക്കുന്നതെന്നോ നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. അത് ബയോളജിക്കലി ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യമാണ്. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കും തളർന്നു എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ തളർന്നു എന്ന് പറയുന്ന വാക്കിൻ്റെ ശബ്ദവും ആ തളർച്ചയായിട്ട് തമ്മിൽ ബന്ധങ്ങളൊന്നുമില്ല. അത് ആർബിട്രറിയാണ്. മലയാളത്തിലുള്ള ഭാഷയിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും എല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പോൾ അതിനൊരു സ്പെഷ്യലൈസ്ഡ് മീനിങ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സൗണ്ടുകൾക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ട്. മനുഷ്യൻ്റെ ഭാഷയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണത്. മറ്റുള്ളവർക്ക് അങ്ങനത്തെ പ്രത്യേകതയില്ല. ഒരു പട്ടിക്ക് അടി കിട്ടി കഴിഞ്ഞാൽ അത് കേക്കെന്ന് പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കി പോകുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കാൻ, അടി കിട്ടിയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അതിൻ്റെ ബയോളജിക്കലായിട്ടുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് മാത്രമാണ്. അതേപോലെ തന്നെ ആർബിറ്ററിനെസ് ആണ്. നമ്മളുടെ വാക്കുകൾക്കുള്ള അർത്ഥങ്ങളൊന്നും നമ്മൾ പ്രത്യേകിച്ച് സയൻറ്റിഫിക് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത അർത്ഥങ്ങളൊന്നുമല്ല. അത് തോന്നും പോലെ വന്ന അർത്ഥങ്ങളാണ്. അപ്പോൾ പിന്നെ എന്താണ്, മലയാളത്തിൽ പൂച്ച എന്നുള്ള പേര് കൊടുത്തു. അത് പൂച്ചയായിരുന്നു പറയുന്ന വ്യക്തിയെ ഒരു
പിന്നെ ജീവിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അതിന്. ആ വാക്കുകളിനോ ആ ശബ്ദത്തിനോ ഒന്നിനും ഒരു ബന്ധമില്ല. അപ്പോൾ അത് ഇംഗ്ലീഷിലെത്തുമ്പോൾ ക്യാറ്റ് എന്നാണ് പറയുന്നത്. ആ ക്യാറ്റ് എന്ന് പറയുന്നതും പൂച്ച എന്ന് പറയുന്നതും തമ്മിൽ എന്ത് ബന്ധമുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ആർബിറ്ററിനെസ്സാണ്. നമ്മളെ പൂർവികരൊക്കെ ക്യാറ്റ് 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 എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളും ക്യാറ്റ് എന്ന് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പൂച്ച പൂച്ച എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളും പൂച്ച എന്ന് ഉപയോഗിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് അതിന് മീനിങ് ഉണ്ടായിട്ടൊന്നും അല്ല നമ്മൾ, അല്ലെങ്കിൽ അത് ആ വ്യക്തിയായിട്ട് ഒരു മീനിങ് ഇല്ല. ഇപ്പോൾ ഈ പിന്നെ അല്ലെങ്കിൽ ഈ തേനീച്ചകൾ കൂട്ടിൽ ഡാൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. ഈ ഡാൻസ് കണക്കാക്കുന്നത് എത്ര ദൂരെയാണ് ഇതിൻ്റെ നെക്ടർ അല്ലെങ്കിൽ ഹണി ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തേനീച്ചകളുടെ അതിൻ്റെ വേഗത കൂട്ടിയും കുറച്ചും ഡാൻസ് ചെയ്യും. അപ്പോൾ അതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ക്രമീകരണം അവിടെ ഉണ്ട്. പക്ഷേ ആ സയൻറ്റിഫിക് ക്രമീകരണമൊന്നും നമ്മളുടെ ഭാഷയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇനി അടുത്താണ് ഡിസ്ക്രീറ്റ്നെസ്. ഡിസ്ക്രീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ട എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഗ്രൗളിങ് അല്ലെങ്കിൽ പട്ടി കുരയ്ക്കുന്നത് കേട്ടു എന്ന് വിചാരിക്കും നമ്മൾ. അത് പട്ടീൻ്റെ കുരയുടെ ശക്തി കൂടിയും കുറഞ്ഞിരിക്കും പല കാര്യങ്ങളും. അത് അത് കൂടിയ രീതിയിൽ കുരയ്ക്കാൻ നമുക്കറിയാം എന്തോ ഭയങ്കര ഡേഞ്ചറാണ്. വെറുതെ കുരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം അത്യാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന്. അപ്പോൾ ഈ നോയ്സുകളുടെ ആ ഒരു വ്യത്യാസങ്ങൾ അത് എല്ലാ മൃഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അതിന് ഡിസ്ക്രീറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടിയതും കുറവും, ഇൻറ്റൻസിറ്റി കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള പല രീതികളിലും അതിനെ പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ആ സ്പീച്ചിൽ അങ്ങനെ ഡിസ്ക്രീറ്റ്നെസ് ഒന്നുമില്ല. നമ്മൾ പറയുന്ന വാക്കുകൾ വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിക്കുക എന്നല്ലാതെ, അല്ലേ, കൈ മുറിഞ്ഞു, കൈ വല്ലാതെ മുറിഞ്ഞു, അല്ല ഭയങ്കര സാരമായ മുറിവേറ്റു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വാക്കുകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അല്ലാതെ ആ മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മുറിവിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് പറയലൊന്നും നമുക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിസ്ക്രീറ്റ്നെസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ് ഭാഷയുടെ എന്ന് പറയുന്നത്, ലാംഗ്വേജുകളുടെ എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് മൃഗങ്ങളുടെ ഭാഷയ്ക്കാണ്. മനുഷ്യഭാഷയ്ക്ക് ഡിസ്ക്രീറ്റ്നെസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? വാക്കുകളുടെ വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ഇനി അടുത്ത ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. മൃഗങ്ങളുടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആശയങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഒരു സമയത്തിൽ നിന്ന് മറ്റൊരു സമയത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. സ്പേസ് ടൈം നമുക്കൊരു പ്രശ്നമല്ല. പക്ഷേ മൃഗങ്ങൾക്ക് സ്പേസ് ടൈം പ്രശ്നമാണ്. മൃഗങ്ങൾ ആ കരയുന്ന സമയത്ത് തന്നെ മറ്റേ മൃഗം കേൾക്കണം, എങ്കിൽ മാത്രമേ മറ്റേ മൃഗത്തിന് വന്ന് രക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റേ മൃഗത്തിന് ഓടി രക്ഷപ്പെടാനോ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇണയെ ആകർഷിക്കാനൊക്കെ പറ്റുള്ളൂ. മൃഗങ്ങൾ കരഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഇണ വന്നിട്ട് അവരുടെ അടുത്തേക്ക് എത്തുന്നത് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ മനുഷ്യനത് പറ്റും. മനുഷ്യനത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ആ വാക്കുകൾ പിന്നീട് വരുമ്പോൾ ഉപയോഗിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് സ്പേസിനും ടൈമിനും. സ്പേസ് നമുക്കറിയാലോ, അപ്പം അമേരിക്കയിൽ ഒരാൾ വർത്തമാനം പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നു, ഞാനിവിടെ ക്ലാസ് എടുക്കുന്നത് നിങ്ങളുടെ കൈകളിലെത്തുന്നു. അത് സ്പേസിലും ടൈമിനും അതീതമായിട്ടാണ് ഈ ശബ്ദങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, കൈകളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഭാഷയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത. ഈ ഭാഷ ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടുന്ന് എന്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവില്ല, നിങ്ങൾക്ക് എന്താണെന്നുള്ളത് അറിയിക്കാനും വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതുകൊണ്ടാണ്, സ്പേസ് ടൈമുകൾക്ക് അതീതമായി കിടക്കുന്നതുകൊണ്ടാണ് ഭാഷയെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഇത്തരത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ മൃഗങ്ങളുടെ ഭാഷയ്ക്ക് അതില്ല. ഇനി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്, പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത് മൃഗങ്ങളുടെ മൃഗങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ലിമിറ്റഡ് ആണ്. പക്ഷേ മനുഷ്യൻ്റെ കമ്മ്യൂണിക്കേഷനായ ഭാഷയിൽ ഇത് നടക്കും. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അത് എന്താണ്? അതിന് കപ്പാസിറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും പുതിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഉപയോഗിച്ച അച്ഛനും അമ്മയും ഉപയോഗിച്ച അതേ സെൻറ്റൻസ് അല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഉപയോഗിച്ച അതേ സെൻറ്റൻസുകളല്ല നമ്മൾ പല ആശയങ്ങളും പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ അതിലുള്ള വാക്കുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഗ്രാമർ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ വാക്കുകൾ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഒരു പ്രാവശ്യം നമ്മൾ പ്രസംഗിച്ച് അതേ പ്രസംഗം നമുക്ക് മറ്റൊരു പ്രസംഗവേദിയിൽ പോയിട്ട് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ പുതിയൊരു പ്രസംഗമായിരിക്കും അവിടെ പറയുക. ആശയങ്ങൾ സെയിം ആയിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ എടുക്കുന്ന ഇതേ ക്ലാസ്, ഇതേ വാക്കുകൾ, ഇതേ പോസും ഇൻറ്റോണേഷനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് അടുത്തൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരിക്കലും പറ്റില്ല. അത് ഞാൻ എന്ത് ചെയ്യണം? അവിടെ എടുക്കുമ്പോൾ ആശയങ്ങൾ ഇത് തന്നെയായിരിക്കും, പക്ഷേ ഉപയോഗിക്കുന്ന വാക്കുകളും പ്രസൻറ്റേഷൻ സ്റ്റൈലും അതിലുള്ള സ്ട്രെസ്സും അതൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇത് റിപ്രൊഡ്യൂസ് ചെയ്യാം, വീണ്ടും 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 നമുക്ക് ഭാഷ ഉപയോഗിക്കാം. പക്ഷേ ആനിമൽസിൻ്റെ ഭാഷ അതുപോലെയല്ല. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റഡ് ഏരിയയിൽ നിന്ന് മാത്രമേ അവയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അവ എന്ത് ചെയ്യുന്നില്ല, അവ കരയുന്നത് ഒരേപോലെ തന്നെയായിരിക്കും. പശു കരയുന്നത് ഒരേപോലെ തന്നെയായിരിക്കും. അതിനെ പ്രത്യേകിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് പുതിയൊരു കരച്ചിലുണ്ടാക്കിയെടുക്കാൻ, ഇപ്പോൾ പിണ്ണാക്കിന് വേണ്ടി കരയുന്നതും പുല്ലിന് വേണ്ടി കരയുന്നതായിട്ടുള്ള പ്രത്യേകിച്ചുള്ള അത് ഒരേപോലെ തന്നെയായിരിക്കും. പക്ഷേ മനുഷ്യനങ്ങനെയല്ല. മനുഷ്യന് ആവശ്യത്തിനനുസരിച്ച് അവയുടെ വാക്കുകളുടെ ഉപയോഗങ്ങൾ വ്യത്യസ്തമാക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ക്രിയേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും അവതരിപ്പിക്കാൻ വേണ്ടിയും പറ്റും. നിലവിലുള്ള ഭാഷ തന്നെ ഉപയോഗിച്ചാൽ മതി, പക്ഷേ നമുക്ക് കൂടുതൽ ക്രിയേറ്റീവായ രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും.
ഇനി ഇതിൽ വരുന്ന ട്രഡീഷണൽ ട്രാൻസ്മിഷനാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ട്രാൻസ്മിഷനുണ്ട്, ജനറ്റിക്കൽ ആയിട്ട് ട്രാൻസ്മിഷനുണ്ട്. ജനറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന് നമ്മളുടെ ജീനുകളിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ് ജനറ്റിക്കൽ എന്ന് പറയുന്നത്. അത് നമുക്കല്ല പ്രധാനപ്പെട്ടതായിട്ടുള്ള ജനറ്റിക്കൽ നമുക്കുണ്ട്. നമ്മൾ കയ്യിലും എന്തെങ്കിലും മുറിവോ എന്തെങ്കിലും പറ്റി അയ്യോ അമ്മ എന്നൊക്കെ പറയുന്നതൊക്കെ ജനറ്റിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആ എന്നൊക്കെ പറയുന്നതും ഒക്കെ ഉള്ളത്. അതേപോലെ തന്നെ മൃഗങ്ങളും പല ഒച്ചപ്പാടുകളും പിന്നെ സൗണ്ടുകളും ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് ജനറ്റിക്കലി കിട്ടുന്ന കാര്യങ്ങൾ. പക്ഷി കരയുന്നതും കൂവുന്നതും പിന്നെ മയിൽ നൃത്തം ചെയ്യുന്നതൊക്കെ ജനറ്റിക്കലായിട്ടുള്ള പിന്നെ ട്രാൻസ്മിഷനാണ്. അതേസമയം നമ്മൾ ഭാഷ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഭാഷ എന്ന് പറയുന്നത് ജനറ്റിക്കലി കിട്ടുന്ന സാധനമല്ല അത്. അത് നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ജനറേഷൻ ഇപ്പം നമ്മളിപ്പോൾ മലയാളിയായ ഒരു കുട്ടീനെ പിടിച്ചിട്ട് ഇംഗ്ലണ്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരിക്കലും മലയാളം സംസാരിക്കാൻ പറ്റില്ല. അവർ ഇംഗ്ലീഷ് ഭാഷയാണ്, അവിടുത്തെ ഭാഷയായിരിക്കും പഠിക്കുക. അപ്പോൾ അത് ജനറേഷൻ ടു നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷേ മൃഗങ്ങളുടെ കരച്ചിലും ആനയുടെ ചീറലൊന്നും പഠിപ്പിച്ചെടുക്കുന്നതൊന്നുമല്ല. അവ ഓട്ടോമാറ്റിക്കലി ജനറ്റിക്കലി അവർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ജനറ്റിക്കൽ ട്രാൻസ്മിഷൻ അല്ല, ട്രഡീഷണൽ ട്രാൻസ്മിഷനാണ് ഭാഷയുടെ കാര്യത്തിൽ. കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ എന്താണ് ട്രഡീഷണലി ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഭാഷ അങ്ങനെയല്ല. ഭാഷ എന്ന് പറയുന്നതിന് പദവി കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അതിന് ട്രഡീഷണലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാനും ആ കോഡിങ്ങും അതിൻ്റെ ഗ്രാമറൊക്കെ പഠിപ്പിച്ച് കൊടുക്കാനും വേണ്ടി പറ്റും. ഇനി ഡുവാലിറ്റി ഓഫ് പാറ്ററിങ് എന്ന് പറയുന്നത്, സൗണ്ട്സ് ഓഫ് ലാംഗ്വേജ് ഹാവ് നോ ഇൻട്രിൻസിക് മീനിങ് ഇല്ല എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന മീനിങ് അല്ല നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ്, ഇപ്പോൾ സൂര്യൻ എന്ന് നമ്മൾ പറയുന്നു, സൺ എന്ന് ഇംഗ്ലീഷ് പറയുന്നു. അപ്പോൾ ആ സൂര്യൻ എന്ന് പറയുന്ന വാക്കിൻ്റെ ഉള്ളിൽ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമില്ല. നമുക്ക് ആ ഭാഷ സൂര്യൻ എന്ന് ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെയാണ്. അതേസമയം ഞാൻ ചൈനീസിലാണ് സൂര്യൻ എന്ന് പറയുന്ന ഒരു ചൈനീസ് ഭാഷയിലാണ് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എനിക്കറിയില്ല ചൈനീസിൽ എന്താണ് സൂര്യൻ എന്ന് പറയാന്ന്. പക്ഷേ അതാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്താണ്, അതിനൊരു ഇൻട്രിൻസിക് ആയിട്ടുള്ള മീനിങ് ഇല്ല, അല്ലെങ്കിൽ ഉള്ളടക്കം ഉള്ളിലുള്ള മീനിങ് ഇല്ല. അതേസമയം ചൈനീസുകാരൻ ചിരിച്ചു കഴിഞ്ഞാലും ഇന്ത്യക്കാരൻ ചിരിച്ചു കഴിഞ്ഞാലും നമുക്ക് ചിരിയാന്ന് മനസ്സിലാവും. കരഞ്ഞാലും നമ്മൾ കരഞ്ഞു കഴിഞ്ഞാലും കരച്ചിലാണെന്നും നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ബാക്കിയുള്ള വാക്കുകൾ, ഭാഷ നമുക്ക് മനസ്സിലാവില്ല. ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് നടത്താം. പല കമ്മ്യൂണിക്കേഷൻസും ചൈനക്കാരനായിട്ട് നമുക്ക് നടത്താം. ആംഗ്യ ഭാഷകളിലൂടെ സംസാരിക്കാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അവിടെ ഒരു വിഘാതമല്ല. പക്ഷേ ഭാഷ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഇൻട്രിൻസിക് മീനിങ് ഇല്ല. അത് ആർബിട്രറി മീനിങ്. നമ്മൾ നേരത്തെ കണ്ടു അത് ആർബിട്രറിയാണ്. തോന്നുന്ന പോലെ പല മീനിങ്ങുകളും നമ്മൾ ട്രഡീഷണലായിട്ട് ഉപയോഗിച്ച് വരുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല. വീടിന് വീട് എന്ന് പറയുന്നത് പൂർവികർ വീട് എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ്. അത് വീട് എന്നല്ലാണ്ട് കോഡ് എന്നാണ് ഉപയോഗിച്ചതെന്ന് നമ്മളും കോഡ് തന്നെ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് പല രീതിയിൽ ഉരുത്തിരിഞ്ഞ് വന്നതാണ്. അപ്പോൾ അവ മീനിങ് കൺവേ ചെയ്യുന്നതാണ്. അതേസമയം ആനിമൽസിന് എന്നില്ല അങ്ങനെയുള്ള ഒരു ഡ്യുവാലിറ്റി പാറ്ററിങ് ഇല്ല. ഡ്യുവാലിറ്റി പാറ്ററിങ് എന്ന് പറഞ്ഞാൽ പാറ്റേൺസ് അറിയാലോ. അതിൻ്റെ ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എഴുതുന്ന ഭാഷ ഒന്നും അതിൻ്റെ മീനിങ് വേറൊന്നുമാണ്. അപ്പോൾ ആ എഴുത്ത് ഭാഷ മനസ്സിലാവണമെങ്കിൽ ആ മീനിങ്, ആ സിമ്പലുകൾ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നും ആ ഭാഷ എന്താണെന്ന് മനസ്സിലാക്കിയാലേ മനസ്സിലാക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് എഴുതാനും അല്ലെങ്കിൽ ആ കോഡിങ് എന്താണെന്നും പഠിക്കണം, ആ കോഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എന്താണെന്നും പഠിക്കണം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിക്കണം. അതേസമയം ആനിമൽസിന് അങ്ങനെയൊന്നുമില്ല. ആനിമൽസ് കരഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് എന്തിനു കരയുന്നതാണ്. ആനിമൽസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇണയെ കാണുമ്പോഴുള്ള കരച്ചിലും പിന്നെ എന്താണ് പേടിച്ചുള്ള കരച്ചിലും ഭക്ഷണത്തിന് വേണ്ടിയുള്ള കരച്ചിലും അതുപോലെ വെള്ളത്തിന് വേണ്ടിയുള്ള കരച്ചിലൊക്കെ വ്യത്യസ്തമാണ്. അവയ്ക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് ജനറ്റിക്കലി അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് ആ കരച്ചിലിൽ തന്നെ എന്താണ്, ഇൻട്രിൻസിക് ആണ്. അതിന് ഉള്ളടക്കത്തിൽ തന്നെ അത് അറിയാൻ വേണ്ടി പറ്റും. അത് മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ പറഞ്ഞ കരച്ചിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ ഭാഷ അങ്ങനെയല്ല. ഭാഷ കരച്ചിൽ നിന്നും ചിരിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് ഭാഷകൾ. ഇത്രയും 13 കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഭാഷയെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ രണ്ടാമത്തെ ലെസൺ അവസാനിക്കുകയാണ്. അപ്പോൾ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ വീഡിയോസ് എല്ലാം ഒരു സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. അവിടെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കി എക്സാം എഴുതാനുള്ള ആവശ്യമായിട്ടുള്ള ചോദ്യോത്തരങ്ങളും കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഷോർട്ട്ലി ഇതെല്ലാം തീരുമായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.